അപ്പോൾ ഇന്ന് സൺഡേ ആണ്. നമ്മൾ ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് വിശന്നത്. അപ്പോൾ മാഗി ഉണ്ടാക്കാമെന്ന് ഓർത്ത് വന്നതാണ്. ആദ്യം തന്നെ മുട്ട നമ്മളിത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏറെ വെജിറ്റബിൾസ് എടുക്കും കേട്ടോ. എനിക്ക് ഒത്തിരി വെജിറ്റബിൾസ് വേണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചട്ടി വെച്ചിട്ട് വേറെ പണിക്ക് പോയപ്പോഴത്തേക്കും അത് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. ദേ പുകയൊക്കെ ഫോണിലേക്ക് അടിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളത് ഇളക്കി ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് ടി വി കാണാനായിട്ട് ഓടുന്ന കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ച് മാഗി പകുതി പൊട്ടിച്ച് അനിയത്തി പകുതി എടുത്തിട്ട് വെച്ചതാണ്. അതിൻ്റെ അകത്ത് ഇനി ഒരു 2-3 പീസും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്നാലും ഒരു പീസ് ആദ്യമേ ഇട്ടു. പിന്നെ ഓർത്ത് ബാക്കിയും കൂടി ഇട്ടേക്കാമെന്ന്. കാരണം ഞാൻ മാഗി ഉണ്ടാക്കി കഴിക്കാനിരിക്കുമ്പം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് പ്ലേറ്റുമായിട്ട് ഇവിടെ ഉള്ളവരൊക്കെ വരും. അതുവരെ ആർക്കും വേണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഉണ്ടാക്കി തിന്നുമ്പോൾ എല്ലാത്തിനും ആവശ്യമാണ്. അപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ അതേപടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം വിശപ്പിൻ്റെ വിളി അധികമായിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം ബിഗ് ബോസ് കാണാനായിട്ട് ഇരിക്കാനായിട്ട്. കാരണം തുടങ്ങാൻ സമയമായി. അപ്പം ഈ പിച്ചാത്തി പുതിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് അതുമായിട്ട് ഗുസ്തി കാണിക്കുന്നത്. കാരണം എങ്ങാനും കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ. അതുകൊണ്ടാണ് അത്ര ശ്രദ്ധിച്ചാണ് എടുത്തത് ഞാൻ. പിന്നെ ഞാൻ എങ്ങാണ്ട് പോയിട്ട് വന്നതാണ് കേട്ടോ. ഡ്രസ്സൊന്നും മാറിയില്ല, മാറാതെയാണ് നിൽക്കുന്നത്. പിന്നെ എൻ്റെ തല കുത്തിയിരിക്കുന്ന ക്ലിപ്പ് കണ്ടോ. ആ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടയത്ത് പോയപ്പോൾ മേടിച്ചാണ് കേട്ടോ. ജസ്റ്റ് 25 രൂപയേ ഉള്ളൂ. എന്തായാലും ഒരു എസ്തറ്റിക് ലുക്കുള്ള ക്ലിപ്പാണ്. അപ്പോൾ ഞാൻ മാഗിക്കകത്തോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മാറി നിൽക്കാമെന്ന് ഓർത്ത്. കാരണം ആ സമയം കൊണ്ടാകുവാണെങ്കിൽ പെട്ടെന്നാവട്ടെ. കാരണം വിശപ്പിൻ്റെ വിളി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇനി വണ്ടി എടുത്ത് വല്ലതും കഴിക്കാൻ മേടിക്കാൻ പോകാൻ എനിക്ക് വയ്യ. കാരണം മഴയായതുകൊണ്ട് വണ്ടിയൊക്കെ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അതെല്ലാം എടുത്ത് പോയി മേടിക്കാനുള്ളൊരു ഇതില്ല എനിക്ക്. പിന്നെ ഞാൻ കുറച്ച് ഇറച്ചിപ്പൊടി അത്യാവശ്യം കൂടുതൽ ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് മാഗിക്കകത്തുള്ള പൗഡറിനേക്കാളും കുറച്ചും കൂടെ ഇറച്ചിപ്പൊടി കുറച്ചും കൂടെ ഞാൻ കൂടുതൽ ഇടാറുണ്ട്. അപ്പം അതാവട്ടെ. അപ്പം നമുക്ക് മൂടി വെച്ച് ആയിട്ടുണ്ട് സാധനം. എന്തായാലും കൊള്ളാം, നല്ല കളറും ഒക്കെ ഉണ്ട്. അപ്പോൾ അമ്മ ആരാണ്ടെ വിളിച്ച് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്കും കൊണ്ട് കൊടുത്തു. ഞാൻ ഇനി ഇതും കഴിച്ചുകൊണ്ട് ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഭയങ്കര ഒരു സമാധാനം കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്ന് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഫുഡും കഴിച്ച് നമ്മുടെ വീട്ടിലിങ്ങനെ കാലം നീട്ടിയൊക്കെ ഇരുന്ന് ടി വിയൊക്കെ കണ്ട് അതൊരു ഭയങ്കര ഫീലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം.